പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ കാണുകയും ഏറ്റവും അധികം ഇഷ്ടപ്പെടുകയും ചെയ്ത സെക്കൻഡ് പാർട്ടായ കാന്താര എന്ന് പറഞ്ഞൊരു ഒരു വ്യക്തിക്ക് മാത്രമല്ല അതിപ്പോൾ ഒരു ബിസിനസ് സംരംഭം തുടങ്ങുമ്പോഴും നമ്മളിപ്പോൾ ഒരു ഫിനാൻഷ്യൽ എക്സ്പെർട്ട് ആയതുകൊണ്ട് ഓരോ ബിസിനസ് ഫേമും സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ്. ഈ അവരുടെ പേരിൽ SAV വരുമ്പോൾ സേവിങ് ഹാബിറ്റ്സ് ഉണ്ടാകും. ബിസിനസ്സിൽ നമുക്ക് പ്രോഫിറ്റ് വരിക മാത്രമല്ല ആ പ്രോഫിറ്റ് യൂസ് ചെയ്യാൻ പറ്റണം. ഈ മാതാജി എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇനഫ് കാശൊക്കെ കിട്ടുന്നുണ്ട്, പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് സേവിങ് ഹാബിറ്റ്സ് കുറവാണ്. അപ്പം ഞാൻ അവർക്ക് ഇട്ട പേര് മഞ്ജു വാര്യർ, ഐശ്വര്യ റോയ്. രണ്ടുപേരുടെ ലൈഫ് നോക്കുകയാണ് ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരുപാട് യുദ്ധസമാനമായ സിറ്റുവേഷൻസ് ഫേസ് ചെയ്യേണ്ട. എനിക്കൊരു സെലിബ്രിറ്റി ആകണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹമെങ്കിൽ ഒരു സെലിബ്രിറ്റി ആകാൻ എന്ത് കീവേഡാണ് താങ്കളുടെ പേരിൽ വേണ്ടതെന്നുള്ളത് ഞാൻ മനസ്സിലാക്കും. ഇതുകൊണ്ട് എല്ലാം സംഭവിക്കുമെന്നൊന്നും ഒരു അവകാശവാദങ്ങൾ ഞാൻ ഉന്നയിക്കുന്നില്ല. ലൈഫിൽ പല വഴികളും മുന്നേറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മളിപ്പോൾ, ഞാൻ ഉൾപ്പെടെ എല്ലാവരും തന്നെ. അപ്പം ഈ ഒരു പ്രോണോളജി നിന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു ഒത്തിരി മൂവീസിന് പോലും പ്രോണോളജി ബേസ്ഡ് ആണ് ഇപ്പോൾ പേരിടുന്നത്. ഇപ്പം ഈ ഒരു ലേറ്റസ്റ്റ് ഏറ്റവും ഹിറ്റായ ഒരു മൂവിയുടെ പേരറിയാമോ? ഇപ്പോൾ ഏറ്റവും അധികം പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ കാണുകയും ഏറ്റവും അധികം ഇഷ്ടപ്പെടുകയും ചെയ്ത സെക്കൻഡ് പാർട്ടായ കാന്താര എന്ന് പറഞ്ഞൊരു മൂവി അല്ലേ? അതിനെ ഒന്ന് പ്രൊനൗൺസ് ചെയ്യാവോ? കാന്താര ഒന്ന് പറയാവോ? അതിൻ്റെ സ്പെല്ലിംഗ് ഒന്ന് പറയാവോ? ജസ്റ്റ് അത്രയും. ആദ്യത്തെ എന്താണ്? KAN. എന്താണ് അത് കൊടുക്കുന്നത്? ക്യാൻ. ഞാൻ ഇന്നലെയും പറഞ്ഞു, ക്യാൻ ഒരു പേരിൽ വരികയാണെങ്കിൽ ഇറ്റ്സ് എ വെരി ഗുഡ് വൈബ്രേഷൻ. മോഹൻലാൽ, രജനീകാന്ത് ഇന്നലെ പറഞ്ഞതാണ്, നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇൻ്റർവ്യൂവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. ക്യാൻ എന്ന് ഇറ്റ്സ് എ വെരി പവർഫുൾ വൈബ്രേഷൻ. ക്യാൻ. ആൻ, AN ഈസ് ഓൾസോ വെരി ഈക്വലി. അടുത്തതാണ്, അത് കഴിഞ്ഞ് പറയൂ. ഫുൾ സ്പെല്ലിംഗ് പറയൂ. THARA. അപ്പോൾ റേ എന്ന വൈബ്രേഷൻ. കാന്താര, റേ എന്ന് പറയുന്ന വൈബ്രേഷൻ അവിടെ വരുന്നു. റേ ഈസ് എ വെരി ഗുഡ് വൈബ്രേഷൻ ഇല്ലേ? പിന്നെ AR വരുന്നുണ്ടോ അവിടെ? RA അല്ലേ? ഓക്കെ. അപ്പോൾ അത് നോക്കൂ, അതിനകത്ത് റേയും ക്യാനും ഒക്കെ കിടക്കുന്ന വൈബ്രേഷൻ വരുമ്പോഴേക്കും ഇത് അത്രയും പവർഫുൾ ആയിട്ടൊരു മൂവി ആയിട്ട് മാറുന്നു. കാരണം ഈ ക്യാൻ എന്നത് നമുക്ക് എന്തും സാധിക്കാൻ പറ്റുമെന്ന ഒരു ഭയങ്കരമായ അമിതാഭ് ബച്ചനിലൊക്കെ ഉള്ള വൈബ്രേഷനാണ് അത് ക്യാൻ എന്ന് പറയുന്നത്. അത്രയും ഇമ്പോർട്ടൻസ് നമുക്ക് മൂവീസിന് പോലും, നമുക്കൊരു മൂവിയുടെ പേരിന് പോലും നമുക്ക് അത്രയും ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഇമ്പാക്റ്റ് നമുക്ക് പേരുകൾക്കുണ്ട് എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഞാൻ എവിടെയോ കേട്ടതാണ്, ലാലേട്ടൻ്റെ വളരെ നല്ലൊരു മൂവി ആയിരുന്നത് ലോക്പാൽ എന്ന് പറഞ്ഞ ഒരു മൂവി ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് തുടങ്ങുന്നത് നല്ലൊരു മൂവി, പക്ഷേ അത് ഭയങ്കര ഫെയിലിയർ ആയിരുന്നു ആ മൂവി. ഞാൻ ഇവിടെ കേട്ടതാണ്, പക്ഷേ ആ പേരിൻ്റെ പേര് തുടങ്ങുന്നത് ലോ എന്നൊരു നെഗറ്റീവ് വൈബ്രേഷനിലാണ്. ലോക്പാൽ. അപ്പോൾ അത് ഡൗൺ ആയിപ്പോയി. അപ്പോൾ അങ്ങനെയുള്ള നമ്മൾ ലൈവ് എക്സാമ്പിൾസ് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാവുന്നതാണ്. അപ്പം ഈ പ്രോണോളജി അനുസരിച്ച് ഇപ്പം ഒരു വ്യക്തിക്ക് മാത്രമല്ല അതിപ്പോൾ ഒരു ബിസിനസ് സംരംഭം തുടങ്ങുമ്പോഴും തീർച്ചയായിട്ടും ഡിസൈൻ സെപ്പറേറ്റ് എൻറ്റിറ്റി. നമ്മളിപ്പോൾ ഒരു ഫിനാൻഷ്യൽ എക്സ്പെർട്ട് ആയതുകൊണ്ട് ഓരോ ബിസിനസ് ഫേമും സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ്. ഞാൻ പല ബിസിനസ് സ്ഥാപനങ്ങൾക്കും ഒരു ബിസിനസ്സിൽ എന്താണ് വേണ്ടത്, വാട്ട് ഈസ് ദ ബെനിഫിറ്റ്സ്, നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്നത്? പ്രോഫിറ്റിനെ നമ്മൾ കുറച്ചും കൂടെ പ്രോഫിറ്റിനെ കുറച്ചും കൂടെ സിമ്പിളായിട്ട്. അപ്പോൾ ഞാൻ അവിടെ പല പേർക്കും ഞാനൊരു വലിയൊരു ഇമ്പോർട്ടൻറ്റ് വൈബ്രേഷൻ ഞാൻ ബിസിനസ് സ്ഥാപനങ്ങൾക്ക് പേരിടുമ്പോൾ ഞാൻ കൊടുക്കാറുണ്ട്. അവിടെ കൊടുക്കുന്ന വൈബ്രേഷൻ SAV എന്ന് പറഞ്ഞൊരു വൈബ്രേഷനാണ്. SAV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ലേഡീസിനൊക്കെ പേര് കൊടുക്കുമ്പോഴും നമ്മൾ പറയും SAVയിൽ തുടങ്ങുന്ന പേര്. SAV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് അവർ കാശ് ഒത്തിരി ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് ഒരു രീതിയിലും സേവിങ് ഉണ്ടാവില്ല. ഈ അവരുടെ പേരിൽ SAV വരുമ്പോൾ സേവിങ് ഹാബിറ്റ്സ് ഉണ്ടാകും. ബിസിനസ്സിൽ നമുക്ക് പ്രോഫിറ്റ് വരിക മാത്രമല്ല ആ പ്രോഫിറ്റ് യൂസ് ചെയ്യാൻ പറ്റണം. അപ്പോൾ പ്രോഫിറ്റ് വരണമെങ്കിൽ അവിടെ സേവിങ് എന്നാണ് പ്രോഫിറ്റിൻ്റെ മറ്റൊരു മീനിങ് ആയിട്ട് നമ്മൾ ശ്രമിക്കും. അപ്പം ഞാനിപ്പോൾ റീസെൻ്റ് ആയിട്ട് വലിയൊരു കൺസേൺ സവ്രേ എന്ന് പറഞ്ഞിട്ട് ആ ഒരു റേ എന്ന വൈബ്രേഷൻ നമ്മൾ എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്. സേവ് എന്ന് പറയുന്നതിന് അവർക്ക് സേവ് ചെയ്യാൻ പറ്റും എന്നൊരു വൈബ്രേഷൻ. ഞാനൊരു ഇസ്കോണിൽ ഒരു മാതാജിക്ക് പേരിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ കാശൊക്കെ നല്ല രീതിയിൽ സമ്പാദിക്കുന്നുണ്ട്, നല്ല രീതിയിൽ, പക്ഷേ അവർക്ക് സേവിങ് കുറവെന്നാണ്. അപ്പോൾ ഈ മാതാജി എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇനഫ് കാശൊക്കെ കിട്ടുന്നുണ്ട്, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് സേവിങ് ഹാബിറ്റ്സ് കുറവാണ്. അപ്പം ഞാൻ അവർക്ക് ഇട്ട പേര് ഹരി സബിത എന്നാണ്. ഹരി HARI. ഹരി HAയിൽ പേര് പറയുമ്പോൾ ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന ഒരു വൈബ്രേഷനാണ് HA.
RI ഞാൻ പറഞ്ഞു റേ, എൻ്റെ ഒരു ഫേവറേറ്റ് ലെറ്ററാണ്. ഞാൻ മാക്സിമം പേർക്ക് റേ വിട്ടൊരു കളിയില്ല എന്ന് പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. കാരണം എനിക്കത് വളരെ റിസൾട്ട് തന്ന ഒരു വൈബ്രേഷനാണ് RI, റേ എന്ന് പറഞ്ഞ വൈബ്രേഷൻ. അപ്പം ഹരി, HRI, പിന്നെ ഹരി എന്നുള്ള വേർഡ് തന്നെ ടോട്ടലി പോസിറ്റീവാണ്, ഹരി. അപ്പോൾ സവിത, SAV, സേവ് എന്ന് പറഞ്ഞ വൈബ്രേഷൻ കൊടുത്തു. അപ്പം അങ്ങനെ അവർക്ക് ഇപ്പോൾ സേവിങ് ഹാബിറ്റ്സ് കൂട്ടി എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അപ്പം അനുഭവങ്ങളിലൂടെയാണല്ലോ മനസ്സിലാക്കുന്നത്. ഇതെല്ലാം നമ്മളുടെ ഒരു വിശ്വാസം എന്ന ഉപരി നമ്മൾ അത് അനുഭവിക്കുമ്പം നമുക്കുണ്ടാകുന്ന ഒരു എന്താ പറയുക ഫീലാണ്. അതിപ്പോൾ അവരാ പേര് ചേഞ്ച് ചെയ്തിട്ട് അവർക്ക് മാത്രമേ അത് പറയാൻ പറ്റൂ, അന്നേരം അവരിലുണ്ടാക്കിയ ചേഞ്ച് അടിസ്ഥാനപരമായി. ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മൾ എക്സ്റ്റേണൽ കാണുന്ന ഫാക്ടേഴ്സ് അല്ല, ഇറ്റ് ഈസ് വിത്തിൻ അസ് എന്നുള്ളതാണ്. ഞാനൊരു ക്വസ്റ്റ്യൻ അങ്ങോട്ട് ചോദിക്കട്ടെ. ഇപ്പോൾ പേരിൻ്റെ ഒരു ഐഡിയ ഒക്കെ മനസ്സിലായല്ലോ. ഈ പേര് എങ്ങനെയാണ് ഇംഗ്ലീഷ് ലെറ്ററിൽ എഴുതിയിട്ട് അതിനെ എങ്ങനെ എഴുതുകയാണ്. ഇപ്പോൾ എൻ്റെ ഐഡിയ മനസ്സിലായോ എന്നറിയാൻ വേണ്ടിയിട്ടൊരു ക്വസ്റ്റ്യൻ അങ്ങോട്ട് ചോദിക്കുകയാണ്. നമ്മുടെ ഫിലിം ഫീൽഡിൽ വളരെ പ്രശസ്തരായ 2 സെലിബ്രിറ്റികളാണ്. ഐശ്വര്യ റായ് വിശ്വസുന്ദരിയായിരുന്നു, പിന്നെ അതുപോലെ തന്നെ മഞ്ജു വാര്യർ. 2 പേരും ലോക പ്രശസ്തരാണ്, വലിയ സെലിബ്രിറ്റിയാണ്, ബെസ്റ്റ് ആക്ട്രസ്സാണ്, എല്ലാം കൊണ്ടും വളരെയധികം മുകളിൽ നിൽക്കുന്നു. അവരുടെ പേരുകളിൽ നോക്കുകയാണെങ്കിൽ വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരുപാട് വൈബ്രേഷൻസ് ഉണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പ്രതിപാദിക്കുന്നില്ല, അതവിടെ നിൽക്കട്ടെ. ഞാൻ അതിൽ ഒരു നെഗറ്റീവായിട്ടുള്ള 2 പേരുടെ പേരിലും കോമൺ ആയിട്ട് കിടക്കുന്ന ഒരു നെഗറ്റീവ് വൈബ്രേഷൻസ് ഉള്ള ഒരു വേർഡുണ്ട്, പറയാമോ? മഞ്ജു വാര്യർ, ഐശ്വര്യ റായ്. ഇല്ല, അറിയില്ല സർ. അറിയില്ല. 3 ലെറ്റർ വേർഡാണ്. ഒരു ക്ലൂ തരാം, 3 ലെറ്റർ ഉള്ള വേർഡാണ്. വാരിയർ, VAR. എക്സാക്ട്ലി ട്രൂ, വാർ. ഐശ്വര്യ, AISWAR, വാർ. ഇപ്പോൾ 2 പേരുടെ ലൈഫ് നോക്കുകയാണെങ്കിൽ 2 പേരുടെ ലൈഫിലും ഒരു ക്രൂഷ്യലായിട്ടുള്ള ഒരുപാട് വാർ, യുദ്ധസമാനമായ സിറ്റുവേഷൻസ് ഫേസ് ചെയ്യേണ്ട സാധ്യതകൾ അവരുടെ ലൈഫിലുണ്ടായി. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മൾ എക്സ്റ്റേണലി കാണുന്നതല്ല ശ്രീലക്ഷ്മി. ഹാപ്പിനെസ് ഈസ് വിത്തിൻ അസ്. ഒരു പക്ഷേ ഒരു ബെഗർ ഹാപ്പി ആയിരിക്കും, ഒരു കോടീശ്വരൻ എന്നല്ല നമ്മൾ ഈ സിനിമയിലൊക്കെ പറയുന്നത് ഉറക്കമില്ലാത്ത കോടീശ്വരൻ എന്നൊക്കെ പറയില്ലേ. അപ്പം ആ വ്യക്തിക്ക് ഇൻറ്റേർണൽ ഹാപ്പിനെസ് ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു അമ്മ, ഒരു സ്ത്രീയുടെ ഏറ്റവും മഹനീയമായ ഒരു ഭാവമാണ് ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ ഡാറ്റർ, വൈഫ്, മദർ. ആ ഒരു സ്ത്രീയുടെ ഏറ്റവും മഹനീയമായൊരു ഭാവമാണല്ലോ മദർ. ഒരു അമ്മയാകുന്ന അമ്മയ്ക്ക് ആ കുഞ്ഞ് അമ്മയുടെ കൂടെ ഇല്ലാതാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പെയിന്. എക്സ്റ്റേണലി അവർക്ക് ലോക പ്രശസ്തിയും കാര്യങ്ങളുണ്ട്, പക്ഷേ അത് നോക്കൂ, അപ്പം അവർക്ക് ഇൻറ്റേർണൽ ഉണ്ടാകുന്ന സ്ട്രഗിൾ എത്രത്തോളമായിരിക്കും, വെളിയിൽ നമ്മൾ കാണുന്നതല്ല അവരുടെ ഉള്ളിൽ. അതുപോലെ തന്നെ ഐശ്വര്യ റായ് എന്ന ഒരു വ്യക്തിക്കും ഫാമിലിക്കകത്തൊരു പ്രശ്നമുണ്ട്. അപ്പം അവിടെ അവർ വാർ സമാനമായി അവന് നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ട് അവർക്ക് പലതും കിട്ടത്തുള്ളൂ. അവർക്ക് ഈസി ആയിട്ടൊന്നും കിട്ടില്ല. യുദ്ധസമാനമായ സിറ്റുവേഷൻസ് ഫേസ് ചെയ്തിട്ടായിരിക്കും ലൈഫിൽ പലതും അവർക്ക് നേടാൻ പറ്റുക. ഇതൊക്കെ നമ്മളൊരു സെലിബ്രിറ്റി ആയതുകൊണ്ട് നമ്മൾ ആരെയും അവരുടെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിളായിട്ട് എടുത്തു എന്ന് മാത്രമാണ്. അപ്പോൾ അത് മനസ്സിലായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ പല പേരുകളിലും വാറുണ്ട്. ഈശ്വർ എന്നുള്ള പേര് നമ്മൾ കാണുമ്പോൾ ഈശ്വർ ആണ്, ഈശ്വരി എന്ന് പറയുന്ന പേരിൽ. ഇതൊക്കെ പരമേശ്വർ എന്ന് പറയുന്ന പലർക്കും പേരാണ്. നമ്മൾ ഭഗവാന്റെ പേരാണ്, ഈശ്വരൻ്റെ പേരാണ് എന്നൊക്കെ ആണ് പറയുമ്പോഴും അവരുടെ പേര് നോക്കുകയാണെങ്കിൽ വാർ എന്ന് പറയുന്ന ഒരു സംഭവം അവിടെ കിടക്കുമ്പോൾ അതൊരു നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷനായിട്ട് മാറുന്നു എന്നാണ്. അപ്പം അങ്ങനെയുള്ളത് നമുക്കുണ്ടെങ്കിൽ അത് നമ്മൾ അവരിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യുക, ചില ഗുഡ് വൈബ്രേഷനിലോട്ട് പോവുക എന്നുള്ളതാണ്. ഓക്കെ സർ, അപ്പം നമ്മുടെ വീഡിയോ ഏകദേശം ഒരു കൺക്ലൂഷനിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പം നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന നമ്മുടെ പ്രേക്ഷകരോട്, അല്ലെങ്കിൽ ഈ പ്രോണോളജി, ന്യൂമറോളജി ഇതിനെക്കുറിച്ചൊക്കെ അറിയാൻ കൂടുതൽ ആഗ്രഹമുള്ള നമ്മുടെ പ്രേക്ഷകരോട് എന്താണ്? ഞാൻ ഇതിനകത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ശ്രീലക്ഷ്മി എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ക്ലയൻ്റ് എന്ന രീതിയിൽ ഇപ്പോൾ എൻ്റെ അടുത്ത് സമീപിക്കുകയാണ്, എനിക്ക് എൻ്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് സമീപിക്കുകയാണെങ്കിൽ നമ്മൾ ആ പേരിനെ നോക്കുമ്പോൾ ഒരു ന്യൂമറോളജിസ്റ്റ് എന്താണ് ചെയ്യുന്നത്, താങ്കളുടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ഡീറ്റെയിൽസ് എടുത്തിട്ട് ന്യൂമറോളജി ചെയ്യുന്ന എല്ലാ പ്രോസസ്സും അതുപോലെ തന്നെയായിരിക്കും ഞാനും ചെയ്യുക. ദാറ്റ് റിമെയിൻ ദ സെയിം തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് താങ്കളുടെ പേരിലെ ശബ്ദ തരങ്ങൾ പോസിറ്റീവാണ് നെഗറ്റീവ് ഉണ്ടെന്നുള്ളതായിരിക്കും എൻ്റെ കീ ആയിട്ടുള്ള എൻ്റെ മെയിൻ ഫോക്കസ്. അപ്പോൾ അവിടെ ഒരു നെഗറ്റീവ് വൈബ്രേഷൻ, ആ നെഗറ്റീവ് വൈബ്രേഷൻ മാറ്റിയിട്ട് ഒരു പോസിറ്റീവ് വൈബ്രേഷൻ കൊടുക്കുക. ഇപ്പോൾ ശ്രീലക്ഷ്മിയുടെ ഇപ്പം ഞാൻ കൈ റീഡ് ചെയ്തിട്ടാണോ ഒരിക്കലും ചിലപ്പം ഇത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ശ്രീലക്ഷ്മി എൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്യുമ്പോൾ പറയും എനിക്കൊരു സെലിബ്രിറ്റി ആകണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹമെങ്കിൽ ഒരു സെലിബ്രിറ്റി ആകാൻ എന്ത് കീവേഡാണ് താങ്കളുടെ പേരിൽ വേണ്ടതെന്നുള്ള ഞാൻ മനസ്സിലാക്കും. എന്നിട്ട് ആ കീവേഡ് കൊടുക്കാനുള്ള ഒരു പ്രയോറിറ്റി ഞാൻ കൊടുക്കും. അപ്പോൾ സെയിം ടൈം ആ കീവേഡ് കൊടുക്കുമ്പോൾ വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ന്യൂമറോളജി പ്രകാരം താങ്കളുടെ ലെറ്ററിന്, താങ്കളുടെ ബർത്ത് നമ്പറിന് മാച്ച് ആവുന്ന കുറേ ലെറ്റേഴ്സ് ഉണ്ടാകും. ആ ലെറ്റേഴ്സ് മസ്റ്റായിട്ട് പേരിൽ വരുന്നത് നന്നായിരിക്കും. ഇനി നമ്മൾ ഡെസ്റ്റിനി നമ്പറിനും ബർത്ത് നമ്പറിനും സൂട്ടബിൾ ആയിട്ടുള്ള ഒരു നെയിം സംഖ്യയാണ് എടുക്കേണ്ടത്. ഒരിക്കലും ഈ ഡെസ്റ്റിനി നമ്പറിനും ബർത്ത് നമ്പറിൻ്റെയും ശത്രുഗ്രഹം, ആസ്ട്രോളജിയാണ് ഞാൻ പറയുന്നത്, ശത്രുഗ്രഹമാകുന്ന
ഒരു സംഖ്യയാകരുത് നാമസംഖ്യയ്ക്ക് വരുമ്പോൾ. മനസ്സിലാകുന്നുണ്ടോ? പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന പർപ്പസ് സർവ് ആകുന്ന കീവേഡ്, അതായത് പല പല പ്രോബബിലിറ്റി ഒരേ സമയം ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആ ഒരു രീതിയിലാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, ഇതും ഒരു വഴിയാണ്, ഇതും നമുക്ക് ബെറ്റർമെൻറ്റിനോട്ട് പോകാനുള്ള ഒരു ചാൻസ് ആണിത്. അപ്പോൾ ഇതുകൊണ്ട് എല്ലാം സംഭവിക്കുമെന്നൊന്നും ഒരു അവകാശവാദങ്ങൾ ഞാൻ ഉന്നയിക്കുന്നില്ല. പക്ഷേ ഇതും നമുക്ക് ലൈഫിലെ പല വഴികളും മുന്നേറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മളിപ്പോൾ, ഞാൻ ഉൾപ്പെടെ എല്ലാവരും തന്നെ. അപ്പോൾ ഈ ഒരു പ്രോണോളജി നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് ലൈഫിൽ ചേഞ്ചസ് കൊണ്ടുവരുമെന്നുള്ളത് എൻ്റെ അനുഭവ സാക്ഷ്യമാണ്, ഉറപ്പാണ്. ഞാൻ എൻ്റെ പേര് തന്നെ സന്തോഷ് കുമാറിൽ നിന്നും സായിറാം ബി സഞ്ജയിലോട്ട് ചേഞ്ച് ചെയ്തപ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ എനിക്ക് തന്നെ വ്യക്തത വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് പ്രേക്ഷകർക്ക് താല്പര്യമുണ്ടെങ്കിൽ ട്രൈ ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നല്ല ദിവസങ്ങൾ ആശംസിക്കുന്നു. താങ്ക് യു. ജയ് സായിറാം.